ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവും നടപ്പിലാക്കാത്തത്ര മികച്ച രീതിയിലാണ് കേരളം ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് അഭിപ്രായപ്പെട്ടു. കേന്ദ്രം നൽകുന്ന 72,000 രൂപ കൊണ്ട് കൂട് നിർമ്മിക്കാൻ പോലുമാകില്ല. സർക്കാരിന്റെ കാലാവധി കഴിയും മുമ്പേ 7 ലക്ഷം വീടുകൾ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. എറിയാട് പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനവും ഗ്രൗണ്ട്, ഓപ്പൺ ജിം, ഫിസിയോതെറാപ്പി ലാബ് എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. രാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.എ. ഹഫ്സൽ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. അസീം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രവീൺ, പി.കെ. മുഹമ്മദ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി.എ. നസീർ മാസ്റ്റർ, അഴീക്കോട് ഗവൺമെന്റ് യു.പി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് പി.പി. പുഷ്കല ടീച്ചർ, പഞ്ചായത്ത് സെക്രട്ടറി സെറീന എ. അലി എന്നിവർ സംസാരിച്ചു. അഭിമാനമായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ തറവാട്ടുമുറ്റത്താണ് ഈ ചടങ്ങ് നടക്കുന്നത് എന്നതേറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. മുമ്പൊരിക്കൽ ഇതിന് കുറച്ചപ്പുറത്ത് വായനശാലയിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക പ്രഭാഷണം നടത്താൻ വന്നത് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയുമാണ്. മുഹമ്മദ് അബ്ദുറഹ്മാനെ കുറിച്ച് ജി കുമാരപ്പിള്ള എഴുതിയ കവിതയിലെ വരികളാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. 30 അബ്ദുറഹ്മാൻ ഉപ്പുകുറുക്കുവാൻ ശാന്തോദാരം കൊമ്പനാനതൻ രൂപം എന്നാണ് അബ്ദുറഹ്മാൻ സാഹിബിനെ ജി കുമാരപ്പിള്ള വിശേഷിപ്പിക്കുന്നത്. ശാന്തോദാരം കൊമ്പനാനതൻ രൂപം, അതാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ. അദ്ദേഹത്തിൻ്റെ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വീട്ടുമുറ്റത്തു നിന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ വളരെ മികച്ച 3 പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നു എന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. 4 പദ്ധതികൾ, 4ാമത്തേത് ഗ്രൗണ്ട് ഉണ്ട്, അത് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പേരിൽ തന്നെയാണ്. 4 പദ്ധതികൾ, നേരത്തെ 3 എന്നാണ് പറഞ്ഞത്, ഭേദഗതി വരുത്തി മനസ്സിലാക്കാൻ അഭ്യർത്ഥിക്കുന്നു. 4 പദ്ധതികളും ഉദ്ഘാടനം ചെയ്തതായിട്ട് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ 74 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കാണ് അല്ലെ പ്രസിഡന്റ്, 74 കുടുംബങ്ങൾക്കാണ് വീട് അനുവദിച്ചത്. എല്ലാവർക്കും ആയോ? എല്ലാവർക്കും ആയി അല്ല, 74 പേരെ ഉള്ളൂ ഗുണഭോക്താക്കൾ. 74 പേർക്കും വീട് കൊടുത്തു. 59 എണ്ണം പൂർത്തീകരിച്ചു. ബാക്കി 15 എണ്ണം അധികാരം ഒഴിയുമ്പോഴേക്കും പൂർത്തിയാക്കില്ലേ? അപ്പോ നല്ല മികച്ച പ്രവർത്തനമാണ് അക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. അതിദരിദ്രർക്ക് മുഴുവൻ ആൾക്കാർക്കും വീട് കൊടുത്തോ? എത്ര പേരുണ്ടായിരുന്നു? 5 പേര്. വീട് 5 പേർക്കുമായി. 5 പേർക്ക് വീടായോ?